ഹായ് ഗായ്സ്, നമുക്ക് റവ കൊണ്ട് പൊരിച്ചപ്പത്തിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. അധികം ടൈമൊന്നും എടുക്കണില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടും നമുക്ക് കൂട്ടാം. ഇതിൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിൽ ചായൻ്റെ കൂട്ടിൽ വെറുതെ കഴിക്കണം രക്ഷ. അപ്പോൾ ഞാൻ ആ കപ്പിൽ 2 കപ്പ് റവ എടുത്ത് അതിലേക്ക് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ 2 കപ്പിക്ക് ഞാൻ 2.5 വെള്ളമാണ് അയച്ചു കൊടുക്കുന്നത്. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അതിന് ശേഷം തേങ്ങയായിട്ട് ഞാൻ ചീരുള്ളില്ലാത്തതുകൊണ്ട് ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ട് അതും പിന്നെ ചെറിയ ജീരകവും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആക്കിയതിന് ശേഷം എള്ളില്ലേ, കറുത്ത എള്ള് അത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൊരു കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ലോണം നമുക്ക് ഡ്രസ് ഇല്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ലോണം എണ്ണ തൂവിൻ്റെ ശേഷം നല്ലോണം പരിച്ചെടുക്കണം എന്നതാണ്. അത്ര വേറെ ഒന്നുമില്ല, ഒട്ടിപ്പിടിക്കുന്ന പേടിയൊന്നും വേണ്ട. നല്ലോണം എണ്ണ ചൂടായതിൻ്റെ ശേഷം മുങ്ങാൻ പാകത്തിനുള്ള എണ്ണ വേണം. എന്നിട്ട് ഇടുക. ഇത് ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം കുക്ക് ചെയ്യുക. എന്നിട്ട് ഇതെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നല്ലോണം പൊന്തി വരും. നമ്മളന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നല്ലോണം പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് അപ്പം തന്നെ എടുക്കുക. അധികം കുക്കാവൊന്നും വേണ്ട, കരിയാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊരിച്ചപത്തിരിയാണ്. നമ്മൾ അരിപ്പൊടി ഇല്ലെങ്കിൽ പൊടിക്കണം. റവ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്. ചിക്കൻ കറീൻ്റെ കൂടെ വയ്ക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇത് എടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ സാധനം ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്താൽ മതി. അധികം കരിയാതെ ശ്രദ്ധിക്കുക. ഇതൊരു വട്ടം വീട്ടിലുണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയുക. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അഭിപ്രായം പറയാം. നല്ല സോഫ്റ്റ് സാധനമാണ്, നല്ല പഞ്ഞി പോലെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടി ഭക്ഷണം കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അത്രേ ഉള്ളൂ ഗായ്സ്.